തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ 15 മണിക്കൂറോളം മാനന്തവാടി ടൗണിനെ മുൾമുനയിൽ നിർത്തി ആനയാണ് ചരിഞ്ഞിരിക്കുന്നത്. മയക്കുവെടി വെച്ച് പിടികൂടി ആനയെ കർണാടക വനംവകുപ്പിന് കൈമാറിയതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. യഥാർത്ഥത്തിൽ രാമപുരം എലിഫന്റ് ക്യാമ്പിൽ വെച്ചാണ് ഈ ആന ചരിഞ്ഞതെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടാനിരിക്കെയാണ് ആന ചരിഞ്ഞു എന്ന വാർത്ത ഈ പ്രഭാതത്തിൽ വരുന്നത്. കേരളവും കർണാടകവും സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് വനംവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വനംവകുപ്പ് മന്ത്രിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. കൊമ്പൻ ഇന്ന് ഏതാനും സമയത്തിന് മുമ്പ് ആ ആന ചരിഞ്ഞു എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നലെ വരെ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയെന്ന് പറയുമെങ്കിലും ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തുന്നത് സംയുക്തമായിട്ടാണ് നടത്തുക എന്ന് തീരുമാനിക്കും. കർണാടകയും കേരളയും സംയുക്തമായ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക. അതിനു മുമ്പേ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല. പക്ഷേ ഏതായിരുന്നാലും ആ സംഭവത്തെക്കുറിച്ച് ഒരു ഉന്നതതല സമിതിയെ വെച്ച് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ള നിഗമനം. ഓർക്കാപ്പുറത്താണ് ഈ ആന ചരിഞ്ഞു എന്ന വാർത്ത വന്നത്. ദീപക് ധർമ്മടമാണ് 24 പ്രേക്ഷകർക്ക് വേണ്ടി വാർത്ത ബ്രേക്ക് ചെയ്തത്. ദീപക് ധർമ്മടം നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? വനമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞത്തേക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയുണ്ടായോ? SKN ഈ ആനയുടെ ആരോഗ്യനില മോശമായിരുന്നു എന്ന വിവരം ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കാലത്ത് ഇന്നൊരു 6 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കിയ സമയത്ത് ആനയുടെ ആരോഗ്യനില മോശമാണ്, അതുകൊണ്ട് ഇന്ന് കാട്ടിൽ വിടാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ആദ്യം നമുക്ക് കിട്ടുന്ന വിവരം. അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് ആരോഗ്യം മെച്ചപ്പെട്ടതിന് ശേഷം ഉൾവനത്തിലേക്ക് അയക്കുമെന്നുള്ള വിവരമായിരുന്നു. ഇതേ തുടർന്നാണ് നമ്മൾ വനം മന്ത്രിയോട് സംസാരിക്കാൻ വേണ്ടി ഈ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നത്. വനം മന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വനമന്ത്രി ബന്ധപ്പെടുന്നു. ആ വേളയിലും മരണവിവരം കിട്ടിയില്ല. പക്ഷേ തൊട്ട് പുറകെയാണ് ആന ചെരിഞ്ഞ വിവരം വനം മന്ത്രാലയത്തിൽ നിന്നും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ലഭിക്കുന്നത്. 2 കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനിച്ചത്. കാരണം ഒരു ശാന്ത സ്വഭാവിയായിരുന്നു. കാരണം കർണാടകത്തിൽ നേരത്തെ വിറപ്പിച്ച ഒരു ആനയായിരുന്നു, അക്രമകാരിയായ ആന. കേരളത്തിലെത്തി മാനന്തവാടിയിൽ ആശങ്കയും ജനങ്ങളിൽ വലിയ രീതിയിൽ ഭീതിയും പരത്തിയെങ്കിലും ഒരു ആൾനാശം ഉണ്ടാക്കിയില്ല, കൃഷിനാശം ഉണ്ടാക്കിയില്ല, അക്രമങ്ങളിൽ ഒന്നും ഏർപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നാൽ ജനങ്ങളുടെ ഭീതി അകറ്റാൻ വേണ്ടി കൃത്യമായ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് ആനയെ വെടിവെക്കുന്നു. പക്ഷേ ഈ ഡോസ് കൂടുതലാണോ, എന്തൊക്കെയാണ് ഇതിൽ പറ്റിയ പ്രശ്നം, മരണത്തിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ 2 കാര്യം തീരുമാനിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് സംയുക്ത സാന്നിധ്യം ഉറപ്പാക്കുക. അതായത് കർണാടകത്തിൽ വെച്ചാണ് മരിച്ചതെങ്കിലും കേരളത്തിൻ്റെ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടി നടത്തുക. അങ്ങനെ ഉണ്ടാകണമെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. മറ്റൊരു കാര്യം, 5 അംഗ ഉന്നതതല സമിതിക്ക് രൂപം നൽകുന്നു. അതിൽ വനം വകുപ്പിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ, IFS ഉദ്യോഗസ്ഥൻ, ഇതുകൂടാതെ തന്നെ വെറ്റിനറി വിഭാഗത്തിലെ വിദഗ്ധൻ, NGO പ്രതിനിധി, ഈ രംഗത്തെ നിയമവിദഗ്ധൻ തുടങ്ങിയവർ അടങ്ങുന്ന 5 അംഗ സമിതിക്കാണ് രൂപം നൽകുന്നത്. ആരൊക്കെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വനം മന്ത്രി അതിന് ഒരു രൂപം നൽകുക, ആരൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ കാറ്റഗറികൾ തീരുമാനിച്ചു. ഏതായാലും വനം മന്ത്രി അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഏർപ്പെട്ടേക്കുമെന്ന സൂചനകളുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളിലേക്ക് പോവുക. SKN ഏതായാലും ഇന്നലെ ആശ്വാസത്തിൻ്റെ വാർത്തയായിരുന്നു. ഇന്നലെ രാത്രി പകൽ മുഴുവൻ ഭീതിയുടെയും ആശങ്കയുടേതുമായിരുന്നു. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദുഃഖത്തിൻ്റെ വാർത്തയ്ക്ക് ഈ തണ്ണീർക്കൊമ്പൻ വഴിമാറുന്നു. തണ്ണീർക്കൊമ്പനെ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും തണ്ണീർക്കൊമ്പനോട് ഒരു സ്നേഹം നമുക്ക് തോന്നിപ്പോയിരുന്നു. കാരണം നമ്മളെ ആക്രമിച്ചില്ല, നമ്മുടെ ജനങ്ങളെ ഉപദ്രവിച്ചില്ല എന്ന ഒരു പരിഗണന, ഒരു അനുകമ്പ തണ്ണീർക്കൊമ്പനോടുണ്ടായിരുന്നു. അവസാനം ആ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുമ്പോഴും ആശ്വാസത്തിനൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു നെടുവീർപ്പോടു കൂടിയായിരുന്നു വയനാട്ടിലെ മാനന്തവാടിയിലെ ജനങ്ങൾ യാത്രയാക്കിയത്. പക്ഷേ എന്നാൽ ബന്ദിപ്പൂർ വനമേഖല കടന്ന് അവിടുത്തെ ആനത്താവളത്തിലേക്ക് എത്തുമ്പോൾ ഈ ആരോഗ്യനില കൂടുതൽ മോശമായി. ഇന്ന് കാലത്ത് പരിശോധനാ വേളയിലാണ് ഈ ആന ചെരിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചത് SKN. ദീപക് ധർമ്മടം, ഈ സമിതിയെക്കുറിച്ച് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാമെന്ന് തോന്നുന്നു. ഇനിയുള്ള തുടർ നടപടികളും അതുപോലെ സുതാര്യമായിട്ടായിരിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം സമയത്ത് കർണാടകത്തിൻ്റെ വിദഗ്ധന്മാരോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രതിനിധി കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താൻ അവർ തയ്യാറായിട്ടുണ്ട്, പരിശോധന നടത്താൻ അവർ തയ്യാറായി. അപ്പോൾ വളരെ സംയുക്തമായാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. വീഴ്ചയുണ്ടോ തുടങ്ങിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരാനിടയുണ്ട്. അത് പരിശോധിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. ഒരു 5 അംഗ വിദഗ്ധ സമിതിയാണ്.